ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ക്രോഷ്യേൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ക്രോഷ്യേനെ കുറിച്ച് വേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. ഹുക്ക് എന്ന് പറയുമ്പോൾ പല സൈസിലാണ് ഹുക്ക് വരുന്നത്. നമുക്ക് മെയിനായിട്ട് ഹുക്ക് 3.5 ആയിരിക്കും കൂടുതലും നമ്മൾ ഒരുവിധം എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത്. 3.5 ഇത് യാണ് വരുന്നത് 4 പ്ലേ 6 പ്ലേ 8 പ്ലേ അങ്ങനെ പല ടൈപ്പ് നമ്മൾ ഉണ്ടാക്കുന്ന വസ്തുവിനനുസരിച്ചിരിക്കും ഏത് ടൈപ്പ് യാണാണ് വേണ്ടതെന്നുള്ളത്. ഇതിപ്പം 4 പ്ലേയുടെ യാണാണ് വരുന്നത്. പിന്നെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസറാണ് വരുന്നത്. പഴയത് ഞാൻ എടുത്ത് വെച്ചാട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ക്രോഷ്യയുടെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്രോഷ്യ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇത്രേ ഉള്ളൂ. പിന്നീട് നമുക്ക് വരുന്നത് ഫസ്റ്റ് ക്രോഷ്യ ചെയ്യാനായിട്ട് വേണ്ടത് നോട്ടിടുക എന്ന് പറയും. ജസ്റ്റ് നമ്മൾ ക്രോഷ്യ നോട്ടിട്ടിട്ട് വേണം, കാരണം ഒരു യാണിലാണല്ലോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോട്ടിട്ടിട്ട് വേണം എന്തും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോട്ടിടുന്ന പലരും പല ടൈപ്പിലും നമുക്ക് എന്താണോ എളുപ്പമായിട്ട് തോന്നുന്നത്, പല രീതിയിൽ പലതിലും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഏതാണോ എളുപ്പം അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. അയ്യോ ഇങ്ങനെ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, അങ്ങനെയൊന്നുമില്ല. സെയിം പല രീതിയുണ്ടാവും. ആ രീതിയിൽ ഏതാണോ നമുക്ക് എളുപ്പം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഏതാണോ അത് നമ്മൾ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുന്നത് വേറൊരു മോഡലാണ്. ഞാൻ പഠിച്ച സമയത്തൊക്കെ നമ്മൾ പഠിപ്പിച്ചത് ഈ ഒരു മോഡലിൽ ചെയ്യാനാണ് എന്നെ പഠിപ്പിച്ചത്. കാരണം ഇത് ഇങ്ങനെ ചെയ്തതിന് കെട്ടായി. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഹോളിങ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് നോട്ടായി സിമ്പിളാണ്. നിലത്ത് വെച്ചാണ് ചേരാവേ. ജസ്റ്റ് നൂലിങ്ങനെ വെക്കുന്നു, ഒന്ന് ചുറ്റുന്നു, അതിൻ്റെ ഉള്ളിൽ കൂടെ ആ നീളമുള്ളയാണല്ലേ അത് പുറത്തെടുക്കും, നോട്ടായി. ഇത്ര ഉള്ള സിമ്പിളാണ് സംഭവം. നമ്മൾ ചെയ്തിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നും അല്ലെങ്കിൽ കാണുമ്പോൾ ഇത്ര ഇതായിട്ട് തോന്നും. ഒന്നുമില്ല, ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉളൻ്റെ നൂലുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പം നമുക്ക് 10-15 രൂപയ്ക്കും ഇത് കിട്ടുമല്ലോ. അത് വാങ്ങിച്ച് പഠിക്കും. അതിൽ നിന്ന് നമുക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള യാണ് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. അതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടൊരു കാര്യമാണ്. പറയുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോഴും കാണുമ്പോഴൊക്കെ വലിയ എന്തോ പോലെ തോന്നുമെങ്കിലും നമ്മൾ സ്വയം ചെയ്യുമ്പോൾ സിമ്പിളാണ്. ഈ നോട്ടിട്ടതിന് ശേഷം നമ്മൾ അടുത്തിട്ട് ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത്. ചെയിൻ സ്റ്റിച്ച് ഇടുന്നത് താഴെ കൂടെ ഹുക്ക് നൂലിൻ്റെ താഴെ കൂടെ എടുത്തതിന് ശേഷം ഈ ഹുക്കിൻ്റെ നോട്ടിട്ട ഹോളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. സിമ്പിളാണ്. നൂലിൻ്റെ താഴെ കൂടെ ഹുക്ക് എടുത്തതിന് ശേഷം ആ ഹോളിൽ ഒന്നുകൂടി നോക്കിക്കോ. ഫസ്റ്റ് തന്നെ ഞാൻ നോട്ടിട്ടു, അതിനുശേഷം താഴെ കൂടെ എടുത്ത് ആ ഹോളിൽ കൂടെ പുറത്തേക്ക് എടുത്തു. അത് തന്നെ സെയിം റിപ്പീറ്റ് ചെയ്ത് പോവാം. താഴെ കൂടെ എടുക്കുക, സൂചി ഹുക്ക് എടുത്തതിന് ശേഷം ആ ഹോളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് തന്നെ നമുക്ക് കൈ വഴക്കം കിട്ടും. നമ്മളിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഈ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ കുറച്ച് ടൈറ്റ്, നമുക്ക് സൂചി വരാൻ വേണ്ടി പാടുക അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെയിൻ സ്റ്റിച്ചാണ്. ബേസിക്കായിട്ട് നമുക്ക് കാരണം ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമുക്കൊരു 3-4 സ്റ്റിച്ച് ഉണ്ട്. ഇതാണ് ബേസിക്. ഈ സ്റ്റിച്ചുകളാണ് ബേസിക്. ഈ സ്റ്റിച്ചിൽ നിന്നാണ് നമ്മൾ എന്തും ഇപ്പോൾ ഉടുപ്പ്, ബാഗ്, ചെരുപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന ഈ സ്റ്റിച്ചിൽ നിന്നാണ്. ഈ സ്റ്റിച്ച് എല്ലാം ചെയ്യണമെങ്കിൽ ബേസിക്കായിട്ട് നമ്മൾ അടിത്തറ എന്ന് പറയില്ലേ, അതാണ് ഈ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ബാക്കി എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തും ചെയ്യണമെങ്കിൽ ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത്. ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. സിമ്പിളാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ പറയുന്ന പോലെയെല്ലാം നോക്കി കണ്ടിട്ട് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റും, എന്നെക്കൊണ്ട് പറ്റും, പിന്നെയല്ലേ നിങ്ങൾക്ക് എന്തായാലും പറ്റും. ചെയിൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയിൻ സ്റ്റിച്ച് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്കറിയാൻ പറ്റും ചെയിൻ സ്റ്റിച്ച് ഇടുന്നതൊക്കെ. അത് പണ്ടൊക്കെ പഠിച്ച ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിനുശേഷം സിംഗിൾ ക്രോഷ്യാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം 10 ചെയിൻ സ്റ്റിച്ച് ആണെങ്കിൽ ജസ്റ്റ് എക്സ്ട്രാ 2
ചെയിനും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം ലാസ്റ്റ് വേണം ഒരു ചെയിൻ വിട്ടതിന് ശേഷം തൊട്ടപ്പുറത്തെ ചെയിനിലോട്ട് വേണം നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളൊരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 101 ലെങ്ത്തിന് വേണ്ടിയിട്ട് 101 ചെയിൻ വേണം എന്ന് പറഞ്ഞിട്ട് അതിന് സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പറയുകയാണെങ്കിൽ 101 ചെയിൻ ഇട്ടതിന് ശേഷം പ്ലസ് 2 ചെയിൻ എക്സ്ട്രാ ഇട്ടതിന് ശേഷം ലാസ്റ്റത്തെ ചെയിൻ വിട്ടതിന് ശേഷം തൊട്ടപ്പുറത്തെ ചെയിനിലേക്ക് ആ ഉള്ളിൽ കൂടെ ഹുക്ക് കടത്തി വിട്ടതിന് ശേഷം ഈ യാൺ അതിൻ്റെ ഉള്ളിലൂടെ പുറത്തെടുത്തതിന് ശേഷം യാൺ ഓവർ ചെയ്യാം. ഇത്രേ ഉള്ളൂ. നമ്മൾ പറയുമ്പോൾ വല്ലാണ്ട് നമുക്ക് തോന്നുമെങ്കിലും 2 ചെയിൻ എക്സ്ട്രാ ഇട്ടതിന് ശേഷം ലാസ്റ്റത്തെ ചെയിൻ ഇട്ടത് തൊട്ടപ്പുറത്ത് ഹുക്കിലൂടെ ആ ചെയിനിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കടത്തി അതിൻ്റെ ഉള്ളിലൂടെ വലിച്ച് യാൺ ഓവർ ചെയ്യും. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് സിംഗിൾ ക്രോഷ്യ പഠിച്ചു കഴിഞ്ഞാൽ ഡബിളും ട്രിപ്പിളൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയാണ്. അത് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറേ വലുതായിട്ട് തോന്നുമെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ സിമ്പിളായിട്ട് തോന്നും. ആ ചെയിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കടത്തിയതിന് ശേഷം ആ നൂല് ഉള്ളിലൂടെ കടത്തിയെടുത്ത് വീണ്ടും ആ 2 ഇതിൻ്റെ ഉള്ളിലൂടെ യാൺ ഓവർ ഇങ്ങനെ ചെയ്തിങ്ങനെ പോയാൽ മതി. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് കൈ വഴങ്ങും. ക്രോഷ്യ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്താണ് നമുക്ക് കൈ വഴങ്ങും. നമ്മളിങ്ങനെ കാണുമ്പോൾ എന്നെക്കൊണ്ട് പറ്റത്തില്ലാന്ന് ഒരിക്കലും ഇല്ല, പറ്റും. നമ്മളെക്കൊണ്ട് പറ്റാത്ത ഒന്നുമില്ല. നമുക്ക് ചെയ്ത് ശീലിച്ച് നമ്മളെക്കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ഇതിപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നോട്ടിടുന്നതും ചെയിൻ സ്റ്റിച്ചും സിംഗിൾ ക്രോഷ്യയാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യ ഉണ്ട്, ഡബിൾ ക്രോഷ്യ ഉണ്ട്, അത് ഞാൻ പറയാം. ട്രിപ്പിൾ ക്രോഷ്യ ഉണ്ട്. ഇത് 3 ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തുതരാം. ഇതിപ്പോൾ ഭയങ്കര ലോങ് ആയിട്ട് തോന്നി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം നിങ്ങൾക്കല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അത് ലോങ് ആണ് സംഭവം. അത് ഫസ്റ്റത്തെ ഇങ്ങനെ പറഞ്ഞു തരണമെങ്കിൽ കുറച്ച് ടൈം ഇങ്ങനെ എടുക്കും. അത് പിന്നീട് എനിക്കിനി കുറച്ച് പറയണ്ടല്ലോ. പിന്നെ എനിക്ക് വീഡിയോ ചെയ്ത് പോയാൽ മതിയല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ അതിപ്പോൾ ലോങ് ആയിട്ട് തോന്നുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റത്തെ വീഡിയോ അല്ലേ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. എനിക്ക് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എങ്ങനെ എന്താണെന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ ട്രൈ ചെയ്ത് തന്നെ നോക്കാം. കണ്ടാലോ കേട്ടാലോ മനസ്സിലാവുന്ന കാര്യമല്ല ക്രോഷ്യ. നമ്മൾ ചെയ്ത് പഠിച്ചാൽ തന്നെ മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് പറയുന്നത് അത് അങ്ങനെയാണ്. കാരണം എനിക്ക് അങ്ങനെയാണ്. ഞാൻ കണ്ടപ്പോഴോ അല്ലെങ്കിൽ കേട്ടപ്പോഴൊക്കെ എനിക്ക് ഇതെന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് തോന്നിയൊരു കാര്യമാണ്. പക്ഷേ ചെയ്തപ്പോൾ എന്നെക്കൊണ്ട് പറ്റും, നിങ്ങൾക്കും പറ്റും. അത്രേ ഉള്ളൂ. ചെയിൻ സ്റ്റിച്ച്, ഇത് സിംഗിൾ ക്രോഷ്യ. ഇനിയുള്ള നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ ഒന്നിച്ച് ഞാൻ പറയാം. അപ്പം എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് നോക്ക്. എല്ലാവരും ചെയ്താലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ ഇത്രയും വലിച്ചു നീട്ടാതെ സിമ്പിളായിട്ട് പറയാം. കാരണം ഇതിപ്പോൾ ബേസിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിച്ചു നീട്ടിയത്. ഇനി അതുണ്ടാവില്ല. ഇതിപ്പം ചെയിനും സിംഗിൾ ക്രോഷ്യ ആയിട്ട് വരും. ഇത്രയും പഠിച്ചു. ഇനിയിപ്പം ബാക്കിയുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ക്രോഷ്യനെ കുറിച്ച് അല്ലെങ്കിൽ ജ്വല്ലറി മേക്കിങ്ങിനെ കുറിച്ച് അറിയാനോ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി എൻ്റെ വീഡിയോസിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ക്രോഷ്യനെ കുറിച്ചും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വർക്കും ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ആയിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.